ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തിനോട് ഈശോയുടെ ജനനത്തിനെ കുറിച്ച് അറിയിക്കുന്ന ഈ സംഭവത്തെ മംഗളവാർത്ത എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ മംഗളവാർത്തയ്ക്ക് ശേഷം ഗബ്രിയേൽ മാലാഖയോട് പരിശുദ്ധ മറിയം പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന്. നമ്മുടെ സഭ ഒന്നാകെ വിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ അടുത്തേക്കെത്താൻ ഏറ്റവും നല്ല ഗോവിണിയാണ് പരിശുദ്ധ അമ്മ. കൗമാരത്തിൽ താൻ തിരഞ്ഞെടുത്ത ഗാർഹിക സ്വപ്നങ്ങളെല്ലാം പിഴുതെറിയപ്പെട്ട, ദൈവഹിതത്തിന് ആമേൻ പറയാൻ വിധിക്കപ്പെട്ട ഒരു ഗ്രാമീണ പെൺകുട്ടി. സംശയിക്കപ്പെടുന്ന മാതൃത്വം, കുരുന്നു ജീവിതം രക്ഷിക്കുവാനുള്ള ഓട്ടപ്പാച്ചിൽ, കുടുംബത്തിന്റെ ദാരിദ്ര്യം, യോസേപ്പ് പിതാവിന്റെ മരണം, 30-ാം വയസ്സിൽ വീട് വിടുന്ന മകനെക്കുറിച്ച് കേൾക്കുന്ന അശുഭമായ വാർത്തകൾ, പടയാളികളും സ്വജനങ്ങളും അടിയും തുപ്പലും ഏൽപ്പിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് നടത്തപ്പെടുന്ന മകൻ, കുരിശാകുന്ന മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തിന് കൈവിട്ടു എന്ന മകന്റെ കരച്ചിൽ കേട്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന അമ്മ, ഒടുവിൽ ആ മകന്റെ മൃതശരീരം കരങ്ങളിൽ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരമ്മ. ഇങ്ങനെ ആത്മീയ നൊമ്പരങ്ങളുടെ ഒരു ജൈത്രയാത്രയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം. എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച് പ്രാർത്ഥനയിലായിരുന്ന ഒരമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച പരിശുദ്ധ അമ്മ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും കഷ്ടനഷ്ടങ്ങളെയും ഒക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ, പരിത്യാഗത്തോടെ, വിശുദ്ധിയിലൂടെ, ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഏതു പ്രതിസന്ധിയിലും പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ആ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.